ലഹരി ഇടപാട് കേസിൽ അറസ്റ്റിലായ സഹോദരനെ സംരക്ഷിക്കില്ല എന്ന് പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പ്രതികരണം. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സഹോദരന്റെയും തന്റെയും രാഷ്ട്രീയം രണ്ടാണെന്നും PK ഫിറോസ് പറഞ്ഞു. എന്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കി കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് അത് അന്വേഷിക്കാം. എന്റെ വീടിന്റെ ഒരു 3 കിലോമീറ്ററിനുള്ളിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം. അതിനകത്ത് യാതൊരു നിലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു. ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്, എൻ്റെ കുടുംബത്തിന്റെ നിലപാട്. എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും പ്രതികരണമാണ് കേട്ടത്. എന്തായാലും സ്വാഭാവികമായിട്ടും സഹോദരൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗമോ ആ തരത്തിലുള്ള ആക്ടിവിറ്റിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും തള്ളി പറയുക തന്നെയാണ് PK ഫിറോസ് ചെയ്തത്. ഇംതിയാസ് ഉണ്ട്. ഇംതിയാസ്, ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്ന PK ഫിറോസിന്റെ സഹോദരൻ എന്ന നിലയിൽ തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല. ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ PK ഫിറോസിനോട് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണോ ഈ വിഷയത്തിൽ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യവും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതി അത് സ്വാഭാവികമായിട്ടും സ്വീകരിക്കാവുന്ന ഒരു അംഗീകരിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രതികരണം. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഈ വാർത്ത ഇദ്ദേഹത്തെ ഈ PK ബുജൈറിനെ കസ്റ്റഡിയിലെടുത്തു എന്ന് വാർത്ത വന്നതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ ചർച്ചകളുണ്ട്. ബിനീഷ് കോടിയേരി PK ഫിറോസ് രാജിവെക്കുമോ എന്ന രൂപത്തിലൊക്കെ ഇന്ന് പ്രതികരണം ഇന്ന് രാവിലെ തന്നെ വന്നതാണ്. അപ്പോഴാണ് PK ഫിറോസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. തന്റെയും തന്റെ സഹോദരന്റെയും രാഷ്ട്രീയം വേറെയാണ്. പലപ്പോഴും ഈ തന്റെ രാഷ്ട്രീയത്തിന്റെയൊക്കെ പേരിൽ തന്നെ പരിഹസിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ. ഈ PK ബുജൈറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയാൻ കഴിയുകയുമില്ല. അദ്ദേഹം എന്തായാലും മുസ്ലിം ലീഗുകാരനല്ല എന്ന് PK ഫിറോസ് തീർത്തു പറയുകയാണ്. അതോടൊപ്പം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് തന്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു. അവരുടെയൊക്കെ അഭിപ്രായം എന്ന നിലയ്ക്കാണ്, കുടുംബത്തിന്റെ അഭിപ്രായം എന്ന നിലയ്ക്കാണ് PK ഫിറോസ് ആ കാര്യത്തെ പറയുന്നത്. അതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, റിയാസ് എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു. അദ്ദേഹത്തെ വിട്ടയച്ചത് CPM പ്രവർത്തകർ ആ സ്റ്റേഷനിൽ എത്തിയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത് എന്ന് ഫിറോസ് ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം ഇതിനോടകം വന്നിട്ടുണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ CPMകാരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നടപടി ഉണ്ടോ എന്ന രീതിയിൽ അന്വേഷണം വേണമെന്നുകൂടെയാണ് PK ഫിറോസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം CPM വേഴ്സസ് മുസ്ലിം ലീഗ് എന്ന രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകളും ട്രോളുകളും ഒക്കെ നിറയുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ തെറ്റ് ചെയ്താൽ സഹോദരനാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടണം എന്ന. പൊതുവെ നമ്മുടെ ഒരു കേരള സമൂഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളോ സഹോദരങ്ങളോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ കേസുകളിൽ ഉൾപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയത്തോട് ചേർത്ത് വെച്ച് പറയുകയും ആ തരത്തിൽ തന്നെ അതിനെ അഡ്രസ് ചെയ്യുകയാണ് ഉണ്ടാകാറ്. അതുകൊണ്ട് തന്നെയാണ് ബിനീഷ് കോടിയേരിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻപുണ്ടായിരുന്ന ഇംതിയാസ് സൂചിപ്പിച്ച പോലെ തന്നെ CPM ലീഗ് പോലും നടക്കുന്നത് മുൻപ് PK ഫിറോസ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലെയും അതേ വാചകങ്ങൾ തിരികെ ചോദിച്ചുകൊണ്ടാണ്.